LDFും UDFും അധികാരത്തിന് വേണ്ടി അടികൂടുമ്പോൾ വളരെ നിശബ്ദരായി അവർ നിങ്ങളുടെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുകയാണ്. എതിരാളിയല്ല എന്ന് കരുതിയെടുത്തു നിന്ന് യഥാർത്ഥ ശത്രു ആരാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ഉടൻ തന്നെ താമര വിരിയുമെന്നത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമായിട്ട് കാണരുത്, മറിച്ച് മാറുന്ന കേരളത്തിന്റെ മനസ്സ് നൽകുന്ന വ്യക്തമായ സൂചനയാണിത്. ഉടൻ തന്നെ BJP കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങും. ദശകങ്ങളായി തുടർന്നു പോരുന്ന ഇരട്ട മുന്നണി ഭരണത്തിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുകയാണ് എന്നും ഒരു ശക്തമായ മൂന്നാം ബദലിലേക്ക് കേരളം ചുവടുമാറ്റുകയാണ് എന്നും സമീപകാല സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഭരണത്തിന്റെ ഗുണഫലങ്ങളും വികസന രാഷ്ട്രീയവും ഓരോ മലയാളിയിലേക്കും എത്തുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് ഈ പുതിയ മാറ്റത്തെ സ്വീകരിക്കാൻ പാകപ്പെട്ടു തുടങ്ങിയെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരങ്ങളിലൂടെ നിയമസഭയുടെ പടവുകൾ കയറാൻ BJP തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ വിളംബരമാണ് ഇന്ന് കേരളത്തിലുടനീളം കാണുന്ന ഈ ജനപിന്തുണ. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പലർക്കും അസ്വാരസ്യം തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ 12 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ BJP കേവലം ഒരു സാന്നിധ്യം എന്നതിലുപരി നിർണായകമായ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുത തന്നെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും നടക്കാൻ പോകുന്നത് ത്രികോണ മത്സരവുമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ BJPയുടെ വളർച്ചാ ഗ്രാഫ് കൃത്യമായ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 10.82% വോട്ട് വിഹിതം ഉണ്ടായിരുന്ന NDA 2024 എത്തുമ്പോൾ അത് 19.21% എന്ന റെക്കോർഡ് നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 10% വോട്ടിന്റെ വർധനവ് ഒരു പതിറ്റാണ്ടിനിടെ അവർക്ക് നേടാൻ സാധിച്ചു. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഈ വളർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ 37.68% വോട്ട് നേടിയാണ് BJP ജയിച്ചത് എന്നത് മാത്രമല്ല, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 എണ്ണത്തിൽ 1ാം സ്ഥാനത്തെത്താനും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ സമാഹരിച്ചത് കേരളത്തിലെ പരമ്പരാഗതമായ ഇരുമുന്നണി രാഷ്ട്രീയത്തിന് വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കണക്കെടുത്തു നോക്കിയാൽ 2010 ഏകദേശം 500ഓളം വാർഡുകളിൽ മാത്രം ജയിച്ചിരുന്ന BJP 2020 അതിൽ 1180ലധികം വാർഡുകളായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട്, പന്തളം നഗരസഭകളിൽ ഭരണം പിടിക്കാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ പ്രതിപക്ഷമാകാനും അവർക്കന്ന് സാധിച്ചു. എല്ലാ ജില്ലകളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന നിരീക്ഷണം ശരിവെക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് ഈ വോട്ട് വിഹിതത്തിലെ കുതിച്ചുചാട്ടം തന്നെയാണ്. ഏകദേശം 20% വോട്ട് വിഹിതം എന്ന നിലയിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ നേമം, വട്ടിയൂർക്കാവ്, പാലക്കാട്, മഞ്ചേശ്വരം തുടങ്ങിയ സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വോട്ടുകൾ സീറ്റുകളാക്കി മാറ്റുന്നതിലെ തടസ്സം തൃശൂരിലൂടെ മറികടന്ന BJP കേരളത്തിൽ ഒരു ശക്തമായ മൂന്നാം ബദലായി മാറിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ BJP കൈവരിച്ച ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഒന്നിലധികം സാമൂഹികവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളുണ്ട്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് പറയാനുള്ളത്. ഗ്യാസ് കണക്ഷൻ, കിസാൻ സമ്മാൻ നിധി, സൗജന്യ റേഷൻ തുടങ്ങിയ പദ്ധതികൾ രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാർക്കിടയിൽ മോദി സർക്കാരിനോടുള്ള ഒരു താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. ഇത് വോട്ടർമാരിലെ താഴെ തട്ടിലുള്ളവർക്കിടയിൽ പാർട്ടിയുടെ സ്വീകാര്യതയും വർദ്ധിപ്പിച്ചു. മറ്റൊരു പ്രധാന ഘടകം കേരളത്തിലെ 2 പ്രധാന മുന്നണികളായ LDFിനോടും അതുപോലെ UDFിനോടും ഒരു വിഭാഗം വോട്ടർമാർക്ക് തോന്നിയ മടുപ്പ് തന്നെയാണ്. വികസന മുരടിപ്പും അഴിമതി ആരോപണങ്ങളും ഉയർത്തിക്കാട്ടി BJP ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ സ്വയം അവരോധിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മയും മറ്റും ചർച്ചയാക്കി കേന്ദ്ര ഭരണത്തിന്റെ ഗുണഫലങ്ങൾ കേരളത്തിലും എത്തണമെന്ന പ്രചാരണം അവർ ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാമൂഹികമായ ധ്രുവീകരണവും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്.
ശബരിമല വിഷയത്തിന് ശേഷം ഹൈന്ദവ വോട്ടുകളുടെ ഒരു വലിയ ഭാഗം BJPയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. കൂടാതെ അടുത്ത കാലത്തായി ക്രൈസ്തവ സഭകളുമായി BJP നടത്തുന്ന ചർച്ചകളും സമ്പർക്ക പരിപാടികളും ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ അവരെ സഹായിച്ചു. തൃശൂരിലെ വിജയം പരിശോധിച്ചാൽ അവിടെ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനം BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് വ്യക്തമാകും. ഇത് പരമ്പരാഗതമായി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമായി വിഭജിക്കപ്പെട്ടിരുന്ന വോട്ട് ബാങ്കുകളിൽ വലിയ അട്ടിമറി തന്നെയാണ് ഉണ്ടാക്കിയത്. സുരേഷ് ഗോപിയെ പോലെയുള്ള ജനകീയ മുഖങ്ങളെ മുൻനിർത്തി BJP നടത്തിയ നീക്കങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. തൃശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്കത് തരണമെന്ന അദ്ദേഹത്തിന്റെ വൈകാരികമായ ആഹ്വാനം രാഷ്ട്രീയത്തിന് പുറത്തുള്ള വോട്ടുകളെ കൂടി പെട്ടിയിലാക്കാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ RSS എന്ന സംഘടനയുടെ താഴെത്തട്ടിലുള്ള കൃത്യമായ പ്രവർത്തനവും ഓരോ വീടുകളിലും കേന്ദ്ര പദ്ധതികളെ കുറിച്ച് എത്തിക്കുന്ന കാര്യക്ഷമമായ സംവിധാനവും ഈ വ്യാഴവട്ട കാലത്തിനിടയിൽ BJPയുടെ വോട്ട് വീതം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം സംഭവിക്കുമോ എന്നതാണ് നമുക്കറിയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.